ഇതെന്താ ചെയ്യാൻ? ഇത് എത്ര ക്ലിക്ക് ചെയ്തിട്ടും സ്റ്റിൽസ് കിട്ടുന്നുണ്ടെങ്കിലും അംബ്രല ലൈറ്റ് ഫ്ലാഷ് ആവുന്നില്ലല്ലോ. ലൈറ്റിൽ ടൈമർ വല്ലതും സെറ്റ് ചെയ്തിട്ടുണ്ടോ നീ? ഏയ് ഇല്ലല്ലോ. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലൈറ്റ് ഫോക്കസ് ആയിരിക്കും. പിന്നെന്താ ഈ ഫ്ലാഷ് ലൈറ്റ് വർക്ക് ആവാത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെ നോക്കട്ടെ. അതെ, കുറച്ചു നേരമായി ഇങ്ങനെ കണ്ണിൽ നോക്കിയിരുന്നിട്ട്. ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സോളം സംസാരിക്കണോ? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മള് മാത്രല്ല. പിന്നെ ദേ നോക്കേ, ക്യാമറ ഉണ്ട് ഇവിടെ. ഓ അത് ശരി. അപ്പോ ക്യാമറ പേടിയാണോ തനിക്ക്? ക്യാമറ പേടിയൊന്നുമില്ല. എന്തിനാ പേടിക്കുന്നേ? ഉറപ്പാണല്ലോ. ആ ഉറപ്പാണ്. എങ്കിൽ അത്ര ധൈര്യമാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വെച്ച് താൻ എനിക്കൊരു കിസ് കാണട്ടെ. അതിനും വയ്യ. എന്നാ പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കാം. നമ്മുടെ ഒരു തലയിലെഴുത്ത്. ഓക്കെ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിതേ ഈ എൻ്റർ കീയിൽ ഒരൊറ്റ പ്രസ് മതി. ക്യാമറയുടെ ഫ്ലാഷ് അംബർലൈറ്റ് കത്തി റിഫ്ലക്ട് ചെയ്ത് ആ മനുഷ്യന്റെ ഉടുപ്പും ശരീരവും കത്താൻ തുടങ്ങും. റെഡി, 1 2 3. എന്താ ചെയ്യാ? ഫ്ലാഷ് ലൈറ്റ് കത്താത്തത് എന്ത് പറ്റിയപ്പോ? എന്ത് തോന്നിയാസോടെ കാണിക്കുന്നത്? നിങ്ങൾ വലിയ ഫോട്ടോഗ്രാഫറിനെയൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്ത് മണ്ടത്തരോടെ ഇപ്പോഴീ കാണിച്ചു വെച്ചത്? കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് ആരെങ്കിലും എക്സ്ട്രാ ലൈറ്റ് വെക്കോ? പിന്നല്ലാതെ എന്ത് പ്രൊഫഷണലിസമാ തനിക്കൊക്കെ ഈ തൊഴിലിനോടുള്ളത്? ഓ മൈ ഗോഡ്, പേടിച്ചുപോയി. കയ്യോടെ പിടിച്ചു എന്നല്ലേ വിചാരിച്ചത്. ഇതിപ്പോ ലൈറ്റ് കൊണ്ടുവച്ചത് മാത്രമാ ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം. അത് സാർ, അത് നല്ല ലൈറ്റ് കിട്ടാൻ വേണ്ടി ചെയ്തതാ. ജസ്റ്റ് ഒരു ഫ്ലാഷ് ലൈറ്റ് വന്നു പോവും, അത്രേ ഉള്ളൂ. ഇമേജിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടും, അതിനു വേണ്ടിയിട്ടാ. എന്ത് ക്ലാരിറ്റി? ഞങ്ങൾക്ക് നാച്ചുറൽ കാൻഡിൽ ലൈറ്റ് മതി. അതൊക്കെ ആദ്യമേ പറഞ്ഞതല്ലേ തന്നോടൊക്കെ. കസ്റ്റമേഴ്സിന്റെ നിർദ്ദേശങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ലേ ഇവിടെ? സോറി സാർ, വി വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. ഇനി ആവർത്തിക്കില്ല. വെരി സോറി. പ്ലീസ്.
എന്തിനാ എന്നെ ഡിസ്റ്റർബ് ചെയ്തത്? ഞാൻ തന്നെ ജയിക്കേണ്ടതായിരുന്നല്ലോ. ആ അതെനിക്കറിയാം. പണ്ടേ തുറിച്ചുനോട്ട മത്സരത്തിൽ 1ാം സ്ഥാനക്കാരിയാണല്ലോ. ആ, അതെ, ഇങ്ങനെ ഇരുന്നാ പറ്റില്ല. ഡിന്നർ കഴിക്കണ്ടേ നമുക്ക്? ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ശരി സർ, ഞാൻ സെർവ് ചെയ്യാം സാറിന്. ഏയ് നോ നോ നോ, ഇന്ന് ഞാൻ സെർവ് ചെയ്യും, താൻ കഴിക്കും. ജസ്റ്റ് റിവേഴ്സ് ആണ് കാര്യങ്ങൾ. ആ, ആ, താനിക്ക്. അയ്യോ അത് വേണ്ട സർ, അത് ശരിയാവില്ല. എന്താ ശരിയാകത്ത്? ഒരു കുഴപ്പമില്ലടോ. ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. പരസ്പരം സഹകരിക്കണം. ഭർത്താവ് അടുക്കളയിൽ കയറി ദോശയും ഇഡലിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭാര്യമാർക്ക് പ്രേമം കൂടും എന്നാണ് എൻ്റെ ഫ്രണ്ട്സിന്റെ തീർപ്പ്. ഞാൻ നോക്കട്ടെ, തനിക്ക് എന്നോടുള്ള പ്രേമം കുറച്ചെങ്കിലും കൂട്ടാൻ പറ്റുമോ? യൂസ് ഇറ്റ് ഓൺ. Okay, let's start. മാഡം, ക്യാമറയുണ്ട്, സൂക്ഷിച്ചോ. ഇതൊക്കെ നാളെ നാട്ടുകാരും കാണുമെന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. സോറി സർ, എനിക്കിതൊന്നും ഉപയോഗിച്ച് ശീലമില്ല. ഞങ്ങള് പാവപ്പെട്ടവരാ. ആണല്ലേ? പക്ഷേ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പാവപ്പെട്ടവർ ഇങ്ങനെ ആഹാരം കഴിക്കുന്നത്. ഏതായാലും സാരമില്ല, താൻ തനിക്ക് കംഫർട്ടായ രീതിയിൽ കഴിച്ചാൽ മതി, ബുദ്ധിമുട്ടുണ്ട്. ഞാനും മാറ്റാം. സർ, ഇതാണ് പകരത്തിന് പകരം. ഓ, റിവെഞ്ച്. പ്ലാൻ എല്ലാം പൊളിഞ്ഞു. ഇനി ജിഡിയോട് എന്ത് പറയുന്ന ആലോചിക്കുമ്പോഴേ എന്റെ മുട്ടു വിറക്കിയ. സെക്കൻഡ് ചാൻസും പോയി. ഏയ് നിക്ക് നിക്ക് നിക്ക്, വേറൊരു ഐഡിയ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ? എന്താ ഐഡിയ? നമ്മൾ അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്നത് സ്പാർക്ക് ഉണ്ടാക്കുന്ന കാൻഡിൽസ് അല്ലേ? ആ അതെ. അതിൽ നിന്നൊരു സ്പാർക്ക് തെറിച്ച് ഡ്രസ്സിൽ വീണാ മതി, ഡ്രസ്സ് കത്തിക്കോളും. പക്ഷെ സ്പാർക്ക് എങ്ങനെ ഷർട്ടിൽ തെറിച്ചു വീഴുമെന്നുള്ളതാണ് ചോദ്യം. അതിന് നമുക്ക് അവിടെ ഒരു ഫാൻ കൊണ്ടുവച്ചാൽ എങ്ങനെ ഇരിക്കും? അത് സൂപ്പർ ഐഡിയ ആണ് വെച്ചു. കൊടുകൈ.
എന്താടോ ഇഷ്ടപ്പെട്ടോ? ഇതൊരു ശീലമാക്കരുത് കേട്ടോ. അതെ, ഇതും ശീലാക്കണ്ട. Cheers. എന്നാ പിന്നെ അല്പം സ്വീറ്റ്സ് ഒഴിച്ചാലോ? ദാ. വാ. അതെ, ഇപ്പൊ കാൻഡിൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ. തനിക്ക് വേണമെങ്കിൽ ഈ റോസാപ്പൂവിന്റെ മറവിൽ ഒരു ഉമ്മ തരാം. ക്യാമറ കാണില്ല. എന്താ ട്രൈ ചെയ്യുന്നോ? കമാൺ, പെട്ടെന്നാട്ടെ. എല്ലാ ലൈറ്റും തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ബുദ്ധിമുട്ടാവും. നാണമാണെങ്കിൽ ഞാൻ കണ്ണടച്ചോളാം. എന്താ പോരെ? Seriously, come on, come on. Hey. Rajaram! Rajaram! Sir! Rajaram! Devi! Devi! ചേട്ടായി 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 രേഖ മേഡം, സാർ, ചേട്ടായി Sir! Oh my God! Mother-in-law!
രാജാ ഇവിടെ നടക്കൂ. അയ്യോ എന്റെ ഈശ്വര. അയ്യോ അയ്യോ രവി, രവി, പോവല്ലേ? അമ്മ വേണ്ട വരണ്ട. മോനെ. രവി, രവി. രവി, ആർ യു ഓക്കെ? Yeah, I'm okay, Rajaram. ചേട്ടായി Yeah. സർ, സാറിന് എന്തെങ്കിലും പറ്റിയോ സർ? ഏയ് എനിക്കൊന്നും പറ്റിയല്ലോ, താമസിക്കണ്ട. സർ, എനിക്ക് പേടിയാവുന്നു സർ. എന്തിനാ പേടിക്കുന്നത്? എനിക്കൊന്നും പറ്റിയില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ് നൗ. രവി, മോനെ. വാ പോം. വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ആരെങ്കിലും കേട്ടോ? ഇപ്പൊ രണ്ടാളുടെയും ജീവൻ അപകടപ്പെട്ടിരുന്നെങ്കിലോ ആരുത്തരം പറയുമായിരുന്നു? അമ്മ, ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ, അതുകൊണ്ട്. അല്ല, ഇത് അബദ്ധത്തിൽ സംഭവിച്ചതൊന്നും അല്ല രാജാറാം. ഇത് വരുത്തി വെച്ച വിനയാ, എന്റെ വാക്ക് ധിക്കരിച്ചതുകൊണ്ട്. പല പ്രാവശ്യം അരുതെന്ന് ഞാൻ പറഞ്ഞതാ, ആരും കേട്ടില്ല. ഇനിയെങ്കിലും ഇതിവിടെ വെച്ച് നിർത്തിയില്ലെങ്കിൽ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് അത്യാപത്തുകളായിരിക്കും. എന്ന് പറഞ്ഞ എന്താ മധുരല്ലോ ഉദ്ദേശിക്കുന്നത്? ഈ വിവാഹം വേണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? രേഖ, നീ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ച് പറയല്ലേ. ഈ വിവാഹം വേണ്ടെന്ന് അമ്മ പറഞ്ഞില്ലല്ലോ. പിന്നെ മധുരല്ലോ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഇപ്പോ വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് കരുതി സമാധാനിക്കുന്നതിന് പകരം മധുരല്ലോ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ വിളിച്ചു പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇനി എന്താ മനസ്സിലാക്കേണ്ടേ? രഘു തന്നെ പറയ്. ഇതിപ്പോ ആദ്യമായിട്ടല്ല ഇങ്ങനെ. എൻഗേജ്മെന്റ് നടന്ന ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുക മധുരലോയുടെ ഈ ബിഹേവിയർ. ഈ വിവാഹത്തിന് ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാ മധുരലോയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം. അമ്മ, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അമ്മ കരുതുന്നുണ്ടോ? പറയമ്മ, ഞാനാണോ ഇവിടെ കുറ്റക്കാരി? മതി, ഒന്ന് നിർത്താവോ പ്ലീസ്? എല്ലാവരും ഓരോന്നോരോന്ന് ഊഹിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. പിന്നെ എന്താണെന്ന് സാറ് പറയൂ. അമ്മ ഈ ഫോട്ടോഷൂട്ട് വേണ്ട എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ആരും അതനുസരിച്ചില്ല. അതിനെപ്പറ്റി അമ്മ ഇപ്പൊ പറഞ്ഞത്. അല്ലാതെ ഈ വിവാഹം വേണ്ട എന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ എപ്പോഴും സേഫായിട്ടിരിക്കണം, അത്ര മാത്രമേ അമ്മ കരുതിയിട്ടുള്ളൂ. അല്ലാതെ എന്റെ സന്തോഷങ്ങൾക്കൊന്നും ഒരിക്കലും അമ്മ എതിരല്ല, ഒരിക്കലും. എന്താ അമ്മ, അങ്ങനെയല്ലേ?